ഒടുവിൽ കൃഷ്ണ തിരികെ എത്തിയതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ വന്നു സംഭവിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണോ എന്നുള്ള ചോദ്യം ഭരത്തിന്റെ മുന്നിൽ ഉണ്ടാവുകയും ഇതേ തുടർന്ന് കാവ്യയോട് സത്യങ്ങൾ പറയുന്നതിന് തയ്യാറാവുകയും ചെയ്യുകയാണ് നമ്മുടെ കൃഷ്ണ. തന്നെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ഭരത് തന്നെയാണ് എന്ന് വ്യക്തമാക്കുന്ന കൃഷ്ണ തന്നെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യവും പറയുന്നു. മണിക്കുട്ടി ഇതേ സമയം തൻ്റെ കയ്യിലുള്ള തെളിവുകൾ കാവ്യയുടെ മുന്നിലേക്ക് എടുത്ത് കാണിക്കുകയും ചെയ്യുന്നു. ഭരത്തിനെ ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് കാവ്യ. ഇതേ തുടർന്ന് ഭരത്തിന് ഇനി ഈ വീട്ടിൽ ഒരു സ്ഥാനവും ഇല്ല എന്നുള്ള കാര്യം കാവ്യ തുറന്നു പറയുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഞെട്ടിപ്പോവുകയാണ് നമ്മുടെ ജയമോഹിനി. ഇതേ തുടർന്ന് കാവ്യയോട് കൃഷ്ണയെ തിരികെ എത്തിച്ചതും ഭരത് തന്നെയാണ് എന്നുള്ള കാര്യം മറക്കരുത് എന്നും അതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് അവനെ ഇറക്കി വിടുന്നത് നല്ലതല്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്രാവശ്യത്തേക്ക് ക്ഷമിക്കുന്നതിന് തയ്യാറാകണം എന്നും കാവ്യയോട് ജയമോഹിനി പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് ക്ഷമിക്കുന്നതിന് തയ്യാറാകുന്ന കാവ്യ ഇതേ തുടർന്ന് നമ്മുടെ ഭരത്തിന്റെ മുഖത്ത് അടിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.